ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരുപാട് നാളായി ഞാനൊരു ലെങ്തി വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഉണ്ടായിരുന്ന കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ കുറെ അലുക്കുലത്ത് ഷോർട്സ് മാത്രമായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് വേക്കൻസീസ് മാൽദീവ്സിലേക്കുള്ളത് വന്നു പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് കിട്ടുന്ന കൂടുതൽ കമന്റ്സും ഈ മാൽദീവ്സിലെ വേക്കൻസിനെ പറ്റിയിട്ടാണ്. ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണ് കൂടുതലും, അതിനെപ്പറ്റി ചോദിച്ചിട്ടാണ് കൂടുതൽ പേരും കമന്റ് ചെയ്യാറ്. അപ്പൊ ഞാനിപ്പോ ഈ മിനിഞ്ഞാന്ന് SR ഹോളിഡേയ്സ് ഒരു ആഡ് കണ്ടിരുന്നു വേക്കൻസി, ടീച്ചേഴ്സ് വേക്കൻസിനെ പറ്റി മിനിസ്ട്രിയിലേക്ക്. അപ്പൊ സോ അതെന്തായാലും ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ. അപ്പൊ ഇത് ഇന്നത്തെ ഒരു വേക്കൻസി വീഡിയോ ആണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോ വേക്കൻസി വീഡിയോ ആണ്. അപ്പൊ ടീച്ചേഴ്സ് മിനിസ്റ്റർ പ്ലസ് മാൽദീവ്സ് ടീച്ചേഴ്സിനുള്ള വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിലേക്ക് പോവാം. ഡീറ്റെയില് ഞാനിപ്പോഴും പറയാനുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പല എന്റെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഡിഗ്രിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ BEd ഉണ്ടെങ്കിൽ അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതുപോലെ സാലറി ഒരു 75 to 85K ആണ് അവർ പറയുന്നത്. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കൂടുതലും. ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഒരു ഇത് കിട്ടുന്നത്. നമുക്ക് ഫ്രഷേഴ്സിന് അവർ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോലും എക്സ്പീരിയൻസ് വൈസ് തന്നെയാണ് അവർ എടുക്കുക. അതായത് നമ്മൾ ഏതാണോ സബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിലുള്ള റെലവെന്റ്. ഞാനിപ്പോ ഈ മിനിഞ്ഞാന്നാണ് കേട്ടോ ഈ ആഡ് കാണുന്നത്, മിനിഞ്ഞാന്നാണ്. അപ്പം ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പൊ ഇത് ഒക്ടോബറിലാണ് ഇന്റർവ്യൂ ഉണ്ടാകുന്നത്. പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 13 സെപ്റ്റംബർ 10 മണി, അതായത് നാളെ രാവിലെ 10 മണി വരെ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. ചിലപ്പോൾ അവര് ആപ്ലിക്കേഷൻ ഡേറ്റ് കൂട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ SR ഹോളിഡേയ്സ് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഏജൻസികളിൽ ഒന്നാണ് SR ഹോളിഡേയ്സ്. അപ്പൊ എനിക്ക് കിട്ടുന്ന കമന്റ്സിൽ വേറൊരു വലിയ കാര്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ പറയാന്നുള്ളതാണ്. എനിക്ക് 100% ട്രസ്റ്റ് ആരെയില്ല, പക്ഷെ അറിയാവുന്നവരാണ്. ഞാൻ പോയ ഏജൻസിയാണ് ജോയിന്റ് പ്ലേസ്മെന്റ്. അപ്പൊ എനിക്ക് ആ ചേട്ടനൊക്കെ ഇവിടെ നമ്മുടെ അടുത്തുള്ള ചേട്ടനാണ്. അപ്പം പുള്ളീനെയൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ SR ഹോളിഡേയ്സിലെ ഒരാൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ സോ ആ ഒരു അറിവ് ഉള്ളതുകൊണ്ട് എനിക്കും ഒരു 100% ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പക്ഷെ ഇത് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. SR ഹോളിഡേയ്സ് ആണ് ആഡ് ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ആപ്ലിക്കേഷന്റെ ഒരു ലിങ്ക് ഇതിലുണ്ട്. അപ്പൊ അതിൽ ഇനിയിപ്പം ഏജൻസിനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അതായാലും മതി. ഐ മീൻ ഏജൻസിക്കാരോട് ഡയറക്റ്റ് ചോദിച്ച് അവര് മുഖേനാണെങ്കിൽ അത് മതി. അതല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇതിലുണ്ട്. അപ്പൊ ഈ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ഗൂഗിൾ ഫോർമാറ്റ് നിങ്ങൾ അതിൽ ചെയ്തതിന് ശേഷം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാനാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫൈനൽ സബ്മിഷന് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പേര്, അതുപോലെ പാസ്പോർട്ട് നമ്പർ, സബ്ജക്ട് വാട്സ്ആപ്പ് നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊരു +960 എന്ന് പറഞ്ഞിട്ട് മാൽദീവ്സിന്റെ കോഡാണ്. അതിലേക്കാണ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡൗട്ടിന് വേണ്ടിയിട്ട് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പൊ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണി വരെ സമയമുണ്ട്. ഒക്ടോബറിലാണ് ഇന്റർവ്യൂ. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് അറബിക് ഉണ്ട്, ആർട്ട് ആൻഡ് സയൻസ്, BTech ഹോസ്പിറ്റാലിറ്റി, ബിസിനസ് സ്റ്റഡീസ്, ക്രിയേറ്റീവ് ആർട്സ്, പിന്നെ എക്കണോമിക്സ്, മറൈൻ സയൻസ്, മാത്തമാറ്റിക്സ്, ടൂറിസം സ്റ്റഡീസ്, അങ്ങനെ ഒരു ഞാൻ വിട്ടുപോയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. ഒരു 11ഓളം വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൈലബിൾ സബ്ജക്ട്സ് ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ലിങ്ക് ഓഫ് ജോബ് എന്ന് പറഞ്ഞിട്ട് അവർ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ എന്നോട് ഡയറക്റ്റ് കമന്റിൽ ചോദിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ ഈ ലിങ്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലാണെങ്കിലും അയച്ചു തരാം. ഓർ ഞാനിപ്പോ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ അയച്ചിട്ടുണ്ട്, ആ നമ്പറിൽ ചോദിച്ചാലും മതി. അവർ കാര്യങ്ങൾ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കോ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഇവർ നീട്ടുമായിരിക്കും. പക്ഷെ ഒക്ടോബറിലാണ്, ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഒക്ടോബറിലാണ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുത്തേക്കാം SR ഹോളിഡേയ്സിന്റെ. പിന്നെ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് സബ്ജക്ട് 1 ഷുഡ് ബി ഓൺലി അബൌവ് മെൻഷൻ സബ്ജക്ട്സ് എന്നാണ്. അതായത് നിങ്ങൾ ഒരു സബ്ജക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അങ്ങനെയല്ല, ടീച്ചർമാരൊക്കെ നിങ്ങൾക്ക് അങ്ങനെയല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയാണ്. അപ്പോ അതുപോലെ ഇത് ഇപ്പൊ പറഞ്ഞത് നമ്മൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ സബ്മിഷന്റെ ഒരു പേജ് ഉണ്ടാവില്ല. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നെയിം, പാസ്പോർട്ട് നമ്പർ, സബ്ജക്ട് വാട്സ്ആപ്പ് നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം കൂടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കാനാണ്. സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡൗട്ടിന് വേണ്ടിയിട്ട് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫോർ മോർ ഡീറ്റെയിൽസ്, വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. SR ഹോളിഡേയ്സ് ആണ്. ഇന്റർവ്യൂ ഒക്ടോബറിലായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് സബ്ജക്ട്സ്. സോ ആർക്കെങ്കിലും ഉപകാരപ്രദമാണ്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ തെന്നി പോകുന്നുണ്ട്. ഗൈസ് മൊത്തത്തിൽ കുറെ കാലമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വേക്കൻസി വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പൊ
അപ്പൊ സമയം ഒരു ഭയങ്കര സംഭവമാണല്ലേ. സമയം ഇപ്പൊ നാളെ ഒരു 10 മണി വരെ ഉള്ളൂ. ഞാൻ ഇന്നലെയെങ്കിലും ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു ആക്ച്വലി, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോ എന്താണ്, പക്ഷെ കുഴപ്പമില്ല. എനിക്കും ഇതുപോലെ തന്നെ ഒരു മൺഡേ 10 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു റെയിൽവേന്റെ എക്സാമിനേഷന്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എങ്ങനെയൊക്കെയോ സബ്മിറ്റ് ചെയ്തു 10 മണിക്കുള്ളിൽ. സോ നമുക്ക് ഇപ്പോഴെങ്കിലും അറിയാൻ പറ്റില്ല, നാളെ 10 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിനുശേഷം ആ നമ്പറിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം, ഫൈനാൻസ് കമ്മീഷന്റെ ആ പേജിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഈ അതിൽ കൊടുത്തേക്കുന്ന വിവരങ്ങൾ, നെയിം, പാസ്പോർട്ട് നമ്പർ ഞാൻ പറഞ്ഞില്ല, അതെല്ലാം കൂടി ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. ഫോർ മോർ ഡീറ്റെയിൽസിന് വേറൊരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൗട്ടിനുള്ളതിനും കൊടുത്തിട്ടുണ്ട്. എക്സാം ഹോളിഡേസ് ആണ്, ഞാൻ ഇതിന് മുമ്പ് മെൻഷൻ ചെയ്തിട്ടുള്ള ഏജൻസിയാണ്. അപ്പൊ സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താണ്, ഇനി മുതൽ ഞാൻ വേക്കൻസി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ഇനി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബേസിക് ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് മീ അഞ്ജു സൈക്കി സൈനിങ് ഓഫ്. താങ്ക്സ് സോ മച്ച്. ടാറ്റ ബൈ ബൈ. സീ യു.